നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. അങ്ങനെ 22 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായി. ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ. ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റി ബേൺമൗത്ത് മത്സരം സമനിലയിൽ അവസാനിച്ചതോടെയാണ് ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാകുമെന്ന് ഉറപ്പായത്. 82 പോയിൻ്റാണ് ആഴ്സണലിലുള്ളത്. 78 പോയിൻ്റാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കുള്ളത്. 4 പോയിൻ്റിൻ്റെ വ്യത്യാസം. ഇരു ടീമുകൾക്കും ഓരോ കളിയാണ് ബാക്കിയുള്ളത്. ആ കളി ഇനിയിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ജയിച്ചാലും 81 പോയിൻ്റ് ആവുള്ളൂ. ആഴ്സണൽ തോറ്റാലും 82 പോയിൻ്റ് അവർക്കുണ്ടാകും. അപ്പോൾ എങ്ങനെ വന്നാലും ആഴ്സണൽ ചാമ്പ്യന്മാരാകുമെന്ന് ഉറപ്പായി. അങ്ങനെ 2 പതിറ്റാണ്ടിലേറെയുള്ള കാത്തിരിപ്പിന് വിരാമമായി. ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായിരിക്കുന്നു. ദീർഘകാലത്തെ ഈ ഇടവേളയ്ക്ക് ശേഷമുള്ള ഈ ചാമ്പ്യൻ പട്ടം അവർ ശരിക്കും ആഘോഷിച്ചു. ഇന്നലെ വൈകിട്ട് ആഴ്സണൽ ക്യാമ്പ് മുഴുവൻ ആഹ്ലാദഭരിതമായിരുന്നു, പാർട്ടിയായിരുന്നു. എന്തായാലും ആഘോഷ രാവാക്കി ആഴ്സണൽ. അങ്ങനെ ബേൺമൗത്തും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ 1-1 പിരിഞ്ഞതോടുകൂടി, സമനിലയിൽ പിരിഞ്ഞതോടുകൂടി ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായിരിക്കുന്നു. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ബേൺലിയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചതോടെയാണ് ആഴ്സണൽ 82 പോയിന്റിലെത്തിയത്. നേരത്തെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് 77 പോയിന്റ് ആയിരുന്നു. ബേൺമൗത്തിനെതിരായ സമനിലയോടെ അത് 78 അത്രയേ ഉള്ളൂ. എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിക്ക് നിരാശയും ആഴ്സണലിന് ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ആഹ്ലാദവും.